Hi all, welcome to this class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും ബ്ലോക്ക് 3 അക്കൗണ്ട്സ് ഫോർ ഹോൾഡിംഗ് കമ്പനീസിന്റെ തിയറീസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7 പേജ് നമ്പർ 102. The following are the balance sheet of Mrs. Rao Brothers Private Limited as on March 31st, 2020 and 21. അതായത് 2020ലെയും 2021ലെയും മിസസ് റാവോ ബ്രദർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ഒരു വർഷത്തെ അല്ല, പ്രീവിയസ് ഇയറിലെയും ഉണ്ട്, കറന്റ് ഇയറിലെയും ഉണ്ട്. അത് വെച്ചിട്ട് നമ്മളോട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ഉള്ള എമൗണ്ട് തന്നിട്ടുണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, ക്യാഷ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സൺട്രി ഡെപ്റ്റേഴ്സ് തുടങ്ങി ക്യാഷ് വരെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ കറന്റ് അസറ്റ് ആണ് കേട്ടോ. നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അസറ്റുകളെ കറന്റ് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും. അപ്പൊ അതിൽ ഫിക്സഡ് അസറ്റിന് ഓൾറെഡി ഫിക്സഡ് അസറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അല്ലാത്ത അസറ്റുകളെല്ലാം കറന്റ് അസറ്റുകളാണ്. ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർസ് വന്നിട്ടുണ്ട്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വന്നിട്ടുണ്ട്, ജനറൽ റിസർവ് വന്നിട്ടുണ്ട്, ഡിബഞ്ചർ, ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ലയബിലിറ്റി സൈഡിൽ തന്നേക്കുന്നത്. അതിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കറന്റ് ലയബിലിറ്റി ആണ്, മറ്റതെല്ലാം ലോങ് ടേം ലയബിലിറ്റീസിലാണ് ഇൻവോൾവ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണ് എടുത്ത് എഴുതേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി സൈഡിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. നമുക്ക് നോക്കാം. 2020 100 രൂപയായിരുന്നു അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 2021 ആയിക്കഴിഞ്ഞപ്പോ 120 രൂപയായി. അപ്പൊ അവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് വർധനവ് സംഭവിച്ചിരിക്കുന്നത്? 100ൽ നിന്ന് 120 എന്ന് പറയുമ്പോൾ 20 ആണ് വർധനവ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ 20 കാണിക്കാം. അതിനോട് കൂടി ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ ടു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സേഷനിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഗുഡ്വില്ലിനോ മറ്റു ഫിക്സഡ് അസറ്റുകൾക്കോ റൈറ്റ് ഓഫ് എഴുതി തള്ളിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യേണ്ട കേസസ് ആണ്. അപ്പോൾ അതിൽ ട്രാൻസ്ഫർ ടു റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. അത് ഏതാ എടുക്കേണ്ടത്? കറന്റ് ഇയറിലെ ആണ് എടുക്കേണ്ടത്. ഏത് വർഷത്തേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ കറന്റ് ഇയറിലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആഡ് ചെയ്യുന്ന കേസിൽ. അപ്പൊ 1000 കാണിക്കാം. പിന്നീട് ഡിപ്രീസിയേഷൻ 2020 1100 ആണ് ഡിപ്രീസിയേഷൻ ഉള്ളത്. 2021 ആയപ്പോൾ 1500 ആയിട്ട് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കൂടി. അപ്പൊ എത്രയാണ് അപ്പൊ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് എടുക്കേണ്ടത്. അപ്പൊ എത്രയാണ് ഡിഫറൻസസ്? 400. ആ 400 നമ്മളിവിടെ എടുക്കാം. ശേഷം നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ട്രാൻസ്ഫർ ടു പ്രൊവിഷൻ ഫോർ ടാക്സേഷനും ഡിപ്രീസിയേഷനും ആഡ് ചെയ്ത് 1420 എന്ന് പറയുന്ന എമൗണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ, ടാക്സേഷൻ നടത്തുന്നതിന് മുൻപേ ഉള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ ചെയ്താ. ഇനി കുറയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. മക്കളെ, ലെസ് ചെയ്യേണ്ട കേസിൽ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിടുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കറന്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുക. കറന്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ലെസ് ചെയ്യുക. അപ്പൊ എങ്ങനെ എഴുതിയിരിക്കുക? ഡിക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താ? ലെസ് എന്നും പറഞ്ഞ് എഴുതി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ്, നേരെ ഓപ്പോസിറ്റ്. ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് ലെസ്. ഇനി ഇൻക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റി ആഡ്, ഡിക്രീസ് ഇൻ കറന്റ് അസറ്റ് ആഡ്. ഓക്കെ, അപ്പോ നോക്കിക്കേ, ഇവിടെ നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ട് അല്ലെ. ക്രെഡിറ്റേഴ്സ് 1250 ആയിരുന്നു കറന്റ് പ്രീവിയസ് ഇയറില്. 2021 പറയുന്ന കറന്റ് ഇയറിൽ അത് 1100 ആയി. അപ്പൊ നമ്മുടെ ക്രെഡിറ്റേഴ്സിന് എന്താ സംഭവിച്ചത്? നമുക്ക് കൊടുക്കാനുള്ളവരാണ് നമ്മളുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. 1250 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ ഈ വർഷം കൊടുക്കാനുള്ളത് 1100 രൂപ എന്ന് പറയുമ്പോൾ ഓൾറെഡി എത്ര രൂപ പേയ്മെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്? 100 രൂപയുടെ പേയ്മെന്റ് നമ്മൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ നേരെ 100 എന്നും പറഞ്ഞ് എഴുതാം കേട്ടോ. ഓക്കെ, പിന്നീട് നമുക്ക് ലയബിലിറ്റി സൈഡിൽ നിന്ന് അസറ്റ് സൈഡിലേക്ക് വരാം. സൺട്രി ഡെപ്റ്ററിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇൻക്രിമെന്റ് ആണല്ലേ. 2000 ആയിരുന്നത് 2400 ആയി. അപ്പൊ എന്ത് പറഞ്ഞ് എഴുതണം? ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ്, ഇൻക്രീസ് ഇൻ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 400 കാണിക്കുക. അതുപോലെ സ്റ്റോക്കിനും ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്, 500 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസസിനും ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്, 20 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ക്യാഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ കറന്റ് അസറ്റുകളെയും ട്രീറ്റ് ചെയ്യുക. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വെച്ചിട്ട്. ഇൻക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യുക, കറന്റ് അസറ്റിന്റെ കേസിൽ ഡിക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യുക. ഇവിടെ എല്ലാ കറന്റ് അസറ്റും തന്നെ ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ലെസ് ചെയ്തു.
അതിനുശേഷം 1420 നിന്ന് നമ്മളിപ്പോൾ ഡിക്രീസ് ചെയ്യാൻ പറഞ്ഞ എല്ലാ ഐറ്റംസും നമ്മൾ കുറയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ് 400 എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അതിനെ പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ എന്നും പറഞ്ഞ് എഴുതാം. പിന്നീട് നമ്മൾ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷനിൽ 2020 മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊവിഷനിൽ കൊടുത്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് നമ്മൾ പേയ്മെന്റ് നടത്തിയതാണ്. 800 രൂപയുടെ പേയ്മെന്റ് നമ്മൾ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ 800 രൂപേനെ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കുക, കുറച്ച് കാണിക്കുക. എല്ലാത്തിനും അവസാനമാണ് അത് കുറയ്ക്കേണ്ടത് കേട്ടോ. അതിനുശേഷം കിട്ടുന്ന ഫിഗറിനെ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നും പറഞ്ഞിട്ട് എഴുതാം. അതായത് 400 നെഗറ്റീവ് ഫിഗർ ആണ്. അതായത് 400 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ നമുക്ക് ലഭിക്കുന്നത്. ആ 400-ൽ നിന്ന് 800 രൂപ ഇൻകം ടാക്സ് കൊടുക്കാന്ന് പറയുമ്പോൾ 400 രൂപ എന്ന് പറയുന്നത് അവിടെ എന്താണ്, നെഗറ്റീവ് ഫിഗർ ആണ്. അത് നെഗറ്റീവ് ഫിഗർ ആയിട്ട് തന്നെ എടുത്ത് എഴുതാം. അതിനുശേഷം ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റികളിൽ വരുന്നത് സെയിലൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ഒക്കെ നടക്കുമ്പോൾ ഫിക്സ്ഡ് അസറ്റിന്റെ പർച്ചേസും സെയിലുമായി ബന്ധപ്പെടുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നത്. ഇവിടെ നമുക്ക് സെയിൽ നടന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കിക്കേ മക്കളെ, 4100 രൂപയുടെ ഫിക്സ്ഡ് അസറ്റ് 2021 ആയി കഴിഞ്ഞപ്പോൾ 4000 ആയി. അപ്പൊ ആ ഒരു 100 രൂപയുടെ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ എന്ത് ചെയ്തു നമുക്ക് കൺസിഡർ ചെയ്യാം, സെയിൽ ചെയ്തു എന്ന് കൺസിഡർ ചെയ്യാം. ഇൻ കേസ് 4100 രൂപയുടെ ഫിക്സ്ഡ് അസറ്റ് 2020 ഉള്ളത് 2021 ആയി കഴിഞ്ഞപ്പോൾ 4200 ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെന്തായിട്ട് മനസ്സിലാക്കാം, 100 രൂപയുടെ പർച്ചേസ് ആണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഫിക്സ്ഡ് അസറ്റിന്റെ കേസിൽ 2020 4100-ഉം 2021 4000-ഉം ആവുമ്പോൾ അവിടെ 100 രൂപയുടെ സെയിൽ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ എഴുതി വെക്കാം, സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് 100 എന്ന് പറയാം. അത് മാത്രമാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നെറ്റ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ആ 100 എന്ന് പറയുന്ന ആ പോസിറ്റീവ് ഫിഗറിനെ എടുത്ത് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതാം. നെക്സ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. മക്കളെ 3 ആക്ടിവിറ്റികളാണ് ഉള്ളത്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇവിടെ 2 ആക്ടിവിറ്റികൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെയായിരുന്നു, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയും ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയും. ഇനി അനദർ വൺ ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റിയിലേക്ക് നോക്കിക്കേ, ഇഷ്യൂ ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. എത്രയാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, 1000 അല്ലേ, അതെടുത്ത് എഴുതാം. അതിനുശേഷം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് എത്രയാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് നോക്കിക്കേ, 600 ആയിരുന്നു കഴിഞ്ഞ വർഷം, അത് ഈ വർഷം അയക്കണപ്പോൾ 700. അപ്പോൾ എത്ര വ്യത്യാസമുണ്ട്, 100. ആ 100 എടുത്ത് എഴുതുക. എന്നിട്ട് അതിന്റെ അവിടെ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, 1100 എന്ന് പറയുന്നത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, നെറ്റ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് 1100-നെ ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതാം. ശേഷം ഈ എന്ത് ഇൻക്രിമെന്റ് ആണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിന് എന്ത് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ എന്ത് ഡിക്രിമെന്റ് ആണ് വന്നേക്കുന്നതെന്ന് അറിയാനായിട്ട് നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് ബിഗിനിങ്ങിലും ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് എൻഡിലും എമൗണ്ട് എടുത്ത് എഴുതാം. എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കണം മക്കളെ, 2020 ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 120 രൂപയാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അത് നമ്മുടെ ലൈബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. ക്യാഷിനും ക്യാഷിന് ഈക്വലന്റ് ആയിട്ടുള്ള ഐറ്റംസും ആണ് അവിടെ എഴുതുന്നത്. അപ്പൊ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് മുൻകൂറായിട്ട് നമുക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ, നമ്മൾ മുൻകൂറായിട്ട് ബാങ്കിൽ നിന്ന് എടുക്കുന്ന ഒരു ലോൺ ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ 120 രൂപയായിരുന്നു നമ്മുടെ കൈവശമുള്ളത്. പകരം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 1250 രൂപ. അപ്പൊ 120-ൽ നിന്ന് 1250 രൂപ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇടുന്ന നെഗറ്റീവ് ഫിഗർ എന്ന് പറയുന്നത് 1130 രൂപ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് തമ്മിൽ ആഡ് ചെയ്താലും മതി. നെഗറ്റീവ് 1250 പ്ലസ് പോസിറ്റീവ് ആയിട്ടുള്ള 120. അപ്പൊ നമുക്ക് എത്ര ലഭിക്കും, 1130 നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ എൻഡിൽ കാണാനായിട്ട് എന്ത് ചെയ്യണം, ക്യാഷ് നമ്മുടെ കൈവശമുള്ളത് 350 രൂപയാണ്. ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്നത് 650 രൂപയാണ്. അപ്പൊ അവ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എത്രയാണ്, 330. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡിലെയും നമുക്ക് കണ്ടുപിടിക്കണം, ബിഗിനിങ്ങിലെയും. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് ബിഗിനിങ് എന്നുള്ളടത്ത് ബിഗിനിങ്ങിലെ എമൗണ്ട് എടുത്ത് എഴുതാം. 120 പ്ലസ് നെഗറ്റീവ് 1250, അതായത് 1130 എന്ന് പറയുന്നത് എവിടെ എടുത്ത് എഴുതാം, നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ടിട്ട് അത് ബിഗിനിങ്ങിൽ എടുത്ത് എഴുതാം. അതുപോലെ തന്നെ എൻഡിലെ ഫിഗർ നെഗറ്റീവ് 330 എന്ന് പറയുന്നത് എൻഡ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് എഴുതാം. ഇവ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്ന 800 എന്ന് പറയുന്നത് കേട്ടോ. അതായത് 1130 മൈനസ്
330. അതാണ് 800 എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കറന്റ് ഇയറും ഉണ്ട്, പ്രീവിയസ് ഇയറും ഉണ്ട്. കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്, നമുക്ക് നോക്കാം. ഡിവിഡന്റ് amount to be rupees 7,000 were paid during the year 2020. 2020 ഡിവിഡന്റ് ആയിട്ട് 7,000 രൂപ നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ലാൻഡ് വാസ് പർച്ചേസ്, ലാൻഡ് വാങ്ങിയിട്ടുണ്ട്, 20,000 രൂപയുടെ ലാൻഡ് വാങ്ങിയിട്ടുണ്ട്. റുപ്പീസ് 10,000 were written off for goodwill for the year. ആ വർഷം 10,000 രൂപ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. 12,000 രൂപയുടെ ബോൺസ് നമ്മൾ പെയ്ഡ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അതിന് വേണ്ടി നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതിട്ട് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നതിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന 2020 20,080 രൂപയും 2021 21,120 രൂപയുമാണ് ഉള്ളത്. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് 1040 എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനോട് കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കാണിക്കണം. 10,000 ആഡ് ചെയ്യുക. ശേഷം നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് എത്രയായിരിക്കും? 10,000 പ്ലസ് 1,040 എന്ന് പറയുമ്പോൾ 11,040. അതിനോട് കൂടെ പിന്നീട് അഡ്ജസ്റ്റ്മെന്റുകൾ എടുക്കാം. ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ക്രെഡിറ്റേഴ്സിന് ഇൻക്രിമെന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് മക്കളെ? ആഡ് ചെയ്യണം. അക്കൗണ്ട്സ് പേയബിൾ, ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റി ആണ്. അപ്പൊ അവിടെ നോക്കിക്കേ, 20,720 ആയിരുന്നത് 2021 ആയപ്പോ നമ്മുടെ ലയബിലിറ്റി കൂടി 23,680 ആയി. അപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോൾ അത് കൂടിയേക്കുവാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇൻക്രീസ്, ഒരു കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ലെസ് ചെയ്യണം. അപ്പോൾ ഇൻക്രീസ് ആയത് കൊണ്ടിട്ട് ആ എമൗണ്ട് നമ്മൾ എടുത്ത് എഴുതാം, 2,960 എന്നുള്ള എമൗണ്ട്. അത് കഴിഞ്ഞ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, അതും ഒരു കറന്റ് ലയബിലിറ്റി ആണ്. 1,400 ആയിരുന്നത് 1,600 ആയിരുന്നാ പറയുന്നത്. അപ്പൊ അതിന് ഇൻക്രിമെന്റ് സംഭവിച്ചുകൊണ്ട് അതും ആഡ് ചെയ്ത് കാണിക്കുക. 200 എന്ന് പറഞ്ഞിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസസ് എടുക്കാം. നെക്സ്റ്റ് വൺ അനദർ കാറ്റഗറിയിലേക്ക് പോവാം. റെസീവബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഡെപ്റ്റേഴ്സിന് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് മക്കളെ? 29,800 ആയിരുന്നത് 35,400 ആയിട്ട്. അപ്പൊ ഡെപ്റ്റേഴ്സ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കൂടിയേക്കുവാണ് അല്ലെ? ഡെപ്റ്റേഴ്സിന് കൂടുതൽ വർധനവ് സംഭവിക്കുക മീൻസ് എന്താണ്? അതിനെ ലെസ് ചെയ്യാന്നുള്ളതാണ്. ഇൻക്രീസ് ഇൻ റെസീവബിൾസ് എന്ന് പറഞ്ഞിട്ട് 35,400 നിന്ന് 29,800 കുറച്ചിട്ടുള്ള ഫിഗർ 5,600 കാണിക്കാം. ഇൻവെന്ററിയുടെ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിക്കേ. കഴിഞ്ഞ വർഷം 98,400 ആയിരുന്നത് ഈ വർഷം 85,400 ആയി. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എടുക്കുക. ഡിഫറൻസസ് എടുക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡിക്രീസ് ആണ് അല്ലെ? കറന്റ് അസറ്റിന് ഡിക്രീസ് സംഭവിക്കാൻ മീൻസ് അതിനെ ആഡ് ചെയ്ത് കാണിക്കുക. അപ്പൊ എത്രയാണ്? 98,400 നിന്ന് 85,400 കുറച്ച് കിട്ടുന്ന ഫിഗർ 13,000. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. അതിൽ നിന്ന് ലെസ് ചെയ്യാൻ പറഞ്ഞ നമ്മളുടെ റെസീവബിൾസ് ലെസ് ചെയ്യുക. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ എന്ന് എഴുതാതിരുന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാക്സേഷന്റെ കാര്യം ഒന്നും തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നേരെ തന്നെ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിയത്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നോക്കിക്കേ മക്കളെ, ഇവിടെ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 20,000 രൂപയുടെ. അപ്പൊ എന്ത് ചെയ്യണം? പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് 20,000 എടുത്തെഴുതാം. ആ 20,000 നേരെ എന്തിലേക്ക്? ഔട്ടർ കോളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് 20,000 ബ്രാക്കറ്റിൽ കാണിക്കാനുള്ള കാരണം എന്ന് നിങ്ങൾ ആലോചിക്കരുത്. കാരണം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? ക്യാഷ് പോവുകയാണ്. അതുകൊണ്ടാണ് ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ 20,000 രൂപയുടെ പർച്ചേസ് നമ്മൾ നടത്തിയപ്പോൾ ആ 20,000 രൂപയെ നെഗറ്റീവ് ഫിഗർ ആയിട്ട് കാണിക്കാനും, കഴിഞ്ഞ പ്രോബ്ലത്തില് ഫിക്സ്ഡ് അസറ്റിന്റെ സെയിൽ, അതായത് 4,100 ആയിരുന്ന ഫിക്സ്ഡ് അസറ്റ് ഈ വർഷത്തേക്ക് വന്നപ്പോൾ 4,000 രൂപയായി. ആ 100 രൂപേനെ നമ്മൾ പോസിറ്റീവ് ഫിഗർ ആയിട്ട് കാണിക്കാനുള്ള കാരണം എന്തുകൊണ്ടായിരുന്നു? അതവിടെ വിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. ഫിക്സ്ഡ് അസറ്റ് വിറ്റേക്കുവാണ്, നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വന്നേക്കുവാണ്. അതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് ആയിട്ടും പർച്ചേസ് നടക്കുമ്പോൾ അതിനെ നെഗറ്റീവ് ആയിട്ടും കാണിക്കുന്നത്. ഔട്ടർ കോളത്തിലേക്ക് -20,000 കാണിക്കുക. നെഗറ്റീവ് ഒരു ഫിഗർ നെഗറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കണേ. അപ്പൊ ആ 20,000 ആണ് നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി അനദർ വണ്ണിലേക്ക് പോവാം നമുക്ക്.
ക്യാഷ് ഫ്ലോസ് ഫ്രം എന്ത് ആക്ടിവിറ്റിയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇഷ്യൂ ഓഫ് ഷെയർസ്. എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് നോക്കിക്കേ മക്കളെ. മക്കളെ ക്വസ്റ്റ്യനില് 14,000വും 1,40,80,000 തെറ്റാണ്. 2020 ഫിഗറിനെ നിങ്ങൾ 1,40,40,000 ആക്കിയാൽ മാത്രമാണ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോ 1,40,40,000 ആണ് 2020 ഫിഗർ. 2021 അത് 1,40,40,000. അപ്പൊ എത്രയാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് യഥാർത്ഥത്തില്? ഈ വർഷം ഇഷ്യൂ ചെയ്തേക്കുന്നത് 8,000 ഷെയർസ് ആണ്. തമ്മിലുള്ള ഡിഫറൻസസ് എടുക്കുക. ഡിഫറൻസസ് എമൗണ്ട് എടുത്ത് എഴുതാം. 8,000. പേയ്മെന്റ് ഓഫ് ബോണ്ട്. ബോണ്ടിന് നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് ഈ വർഷം 12,000 രൂപ. നമ്മുടെ കയ്യിൽ നിന്ന് പോയേക്കുന്നതായത് കൊണ്ടിട്ട് ആ 12,000 നമ്മൾ നെഗറ്റീവ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് 8,000വും നെഗറ്റീവ് 12,000 കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 4,000 ആണ് നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ 4,000നെ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യുക. ശേഷം ക്യാഷ് അറ്റ് എൻഡിലെ ക്യാഷ് എത്രയാണ് മക്കളെ? ക്യാഷ് ഇവിടെ തന്നിട്ടുണ്ടോ? ക്യാഷിന് പകരം നമുക്കിവിടെ ബാങ്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എൻഡില് 18,000 കാണിക്കാം. ഓപ്പണിങ്ങില് 15,060 കാണിക്കാം. 15,600 കാണിക്കാം. തമ്മിലുള്ള ഡിഫറൻസസിനെ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ്. ക്യാഷ് കുറഞ്ഞേക്കുവാണ് അല്ലെ? 18,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അത് ഈ വർഷം വന്നപ്പോൾ 15,600 രൂപയായി. അപ്പൊ എത്രയാണ് നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് എന്ന് പറയുന്നത്? 2,400 ആണ് അവിടുത്തെ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് എന്ന് പറയുന്നത്. 18,000വും 15,600 തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ നമ്മൾക്കായിട്ട് നൽകിയിരിക്കുകയാണ്. ഒരു മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 ആണ്. അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 7,500 ആണ്. അത് വിറ്റപ്പോൾ നമുക്ക് ലഭിച്ചത് 15,000 രൂപയാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 55,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോക്കാം. ഈ വർഷത്തെ 55,000 നിന്ന് കഴിഞ്ഞ വർഷത്തെ 42,500 കുറച്ച് കഴിയുമ്പോൾ ലഭിക്കുന്ന 12,500 ആണ് അവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനോട് കൂടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ്. ഈ വർഷത്തെ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 30,000 ആണ് കൺസിഡർ ചെയ്യേണ്ട. പ്രൊപ്പോസ്ഡ് ഡിവിഡന്റിന്റെ കേസിൽ കറന്റ് ഇയറിലെ എമൗണ്ട് ആണ് ആഡ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അത് ആഡ് ചെയ്യാം. ശേഷം ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി വിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ച നഷ്ടം എന്ന് പറയുന്ന 7,500 എന്ന് പറയുന്ന എമൗണ്ട് മെൻഷൻ ചെയ്യണം കേട്ടോ. നഷ്ടം 15,500. ഓക്കെ. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 7,500 അത് വിറ്റപ്പോൾ ലഭിച്ചത് 15,000 ആണ്. അപ്പൊ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് എടുക്കുന്നത്. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി 7,500. ഇനി ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് 35,000 വന്നതെന്നൊന്ന് ആലോചിക്കണം കേട്ടോ മക്കളെ. 35,000 വന്നത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 40,000 ആയിരുന്നു ഡിപ്രീസിയേഷൻ കഴിഞ്ഞ വർഷത്തെ. ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 67,500. അപ്പൊ യഥാർത്ഥത്തിൽ ഈ 40,000 ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എടുക്കാം. 40,000വും 67,500 തമ്മിലുള്ള ഡിഫറൻസസ്. അതായത് 67,500 നിന്ന് 40,000 കുറയ്ക്കാം. അതിനോട് കൂടെ ഈ ഒരു മെഷീനറി കോസ്റ്റ് 30,000 രൂപയുടെ ഒരു മെഷീനറി വാങ്ങിച്ചപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ 7,500 എന്ന് പറയുന്നത്. ആ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? 35,000 എന്ന് പറയുന്ന ഫിഗർ നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. ശേഷം നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ താഴെ ആഡ് ചെയ്യാൻ പറഞ്ഞ 3 കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 85,000 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് ലഭിക്കും. അതിനോട് കൂടെ പിന്നീട് നമുക്ക് കറന്റ് അസറ്റുകളുടെയും കറന്റ് ലയബിലിറ്റികളുടെയും ട്രീറ്റ്മെന്റിലേക്ക് കടക്കാം. കറന്റ് അസറ്റിന്റെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഡെപ്റ്റേഴ്സിന് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കി. 1,00,000 അതായത് 1,05,000 ആയിരുന്നത് 95,000 ആയിട്ട് കുറഞ്ഞേക്കുവാണ്. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എടുക്കാം. ആ ഡിഫറൻസസിനെ അതായത് ഒരു കറന്റ് അസറ്റിന് ഡിക്രീസ് സംഭവിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഡെപ്റ്റേഴ്സിന് ഇവിടെ ഡിക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ആ വ്യത്യാസം എമൗണ്ട് 10,000 എന്ന് പറയുന്നത് ആഡ് ചെയ്ത് കാണിക്കാം. ദെൻ സ്റ്റോക്കിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? 1,00,000 ആയിരുന്നത് 1,12,500 ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ എത്രയാണ് ഇൻക്രിമെന്റ് സംഭവിച്ചിരിക്കുന്നത്? 12,500. അപ്പൊ ആ 12,500 നമ്മൾ ലെസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വേറെ വല്ലതും ഉണ്ടോ? ബിൽസ് റെസീവബിൾ ഉണ്ടല്ലേ? ബിൽസ് റെസീവബിളിന്റെ കേസിൽ നോക്കിക്കേ മക്കളെ. 40,000 ആയിരുന്നത് 55,000 ആയി. അപ്പൊ എത്രയാണ് വർദ്ധിച്ചിരിക്കുന്നത്? 15,000 അല്ലെ? ആ 15,000 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കാണിക്കണം. അതുപോലെ ഇനി നെക്സ്റ്റ് ലൈബിലിറ്റി സൈഡിലേക്ക് വരാം. ഇവിടെ കറന്റ് ലൈബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ? ക്രെഡിറ്റേഴ്സ് ഉണ്ടല്ലേ? 1,55,000 ആയിരുന്നത് 1,47,000 ഉണ്ടോ മക്കളെ? ഒരു 0ന്റെ കുറവുണ്ടേ, ഒന്ന് ശ്രദ്ധിക്കണേ.
1,47,000 കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് ഡിക്രീസ് സംഭവിക്കുമ്പോൾ അതിന് എന്ത് ചെയ്ത് കാണിക്കണം? കുറച്ച് കാണിക്കണം. എത്രയാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത്? 7,500. എന്നിട്ട് 95,000 നിന്ന് 95,000 എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡും ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറിയും ഡിപ്രീസിയേഷനും കൂടി ആഡ് ചെയ്ത എമൗണ്ട് 85,000. അതിനോട് കൂടെ ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ചെയ്തപ്പോൾ ലഭിച്ച 10,000 രൂപയും കൂടി ആഡ് ചെയ്ത് 95,000 നിന്ന് ലെസ് ചെയ്യാൻ പറഞ്ഞ സ്റ്റോക്കിന്റെ എമൗണ്ട്, ബിൽസ് റിസീവബിളിന്റെ എമൗണ്ട്, ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട്, ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് 95,000 നിന്ന് 35,000 കുറച്ച് കിട്ടുന്ന ഫിഗർ 60,000 നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നോക്കിക്കേ മക്കളെ, സെയിൽ ഓഫ് മെഷീനറി. എത്ര രൂപയുടെ സെയിലാണ് അവിടെ നടന്നിരിക്കുന്നത്? സെയിൽ ഓഫ് മെഷീനറി നോക്കിക്കേ. സെയിൽ ഓഫ് മെഷീനറി എങ്ങനെയാ വന്നേക്കുന്നത് നോക്കിക്കേ. 15,000 രൂപയുടെ മെഷീനറി വിറ്റിട്ടുണ്ട് അല്ലെ? അപ്പൊ 15,000 രൂപയുടെ മെഷീനറി വിറ്റിട്ടുണ്ട്. ഇൻ കേസ് പെർച്ചേസ് നടന്നിട്ടുണ്ട് നോക്കിക്കേ മക്കളെ. 2 ലക്ഷമായിരുന്ന ഫിക്സ്ഡ് അസറ്റ് 2,70,75,000 ആയി. അപ്പൊ എത്രയാണ് ഇൻക്രിമെന്റ് വന്നിരിക്കുന്നത്? 75,000 അല്ലെ? ആ 75,000 പർച്ചേസ് ചെയ്തേക്കുവാണ്. അപ്പൊ ആ 75,000 കൂടെ അഡീഷണൽ ഇൻഫോർമേഷനിൽ ഒരു പീസ് ഓഫ് മെഷീനറിയും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതും ഫിക്സ്ഡ് അസറ്റ് തന്നെയല്ലേ? അപ്പൊ ആ 75,000 കൂടി ആ 30,000 രൂപയുടെ ഫിക്സ്ഡ് അസറ്റും കൂടി നമ്മൾ വാങ്ങിച്ചതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,05,000 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് ലഭിക്കും. പെർച്ചേസ് ആയതുകൊണ്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും പൈസ പോകുന്നത് കൊണ്ടിട്ട് ആ 1,500നെ നെഗറ്റീവ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് അവ തമ്മിൽ ഡീൽ ചെയ്ത് കഴിയുമ്പോൾ 90,000 എന്ന് പറഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടും. 15,000 രൂപയാണ് നമുക്ക് ക്യാഷ് ആയിട്ട് വന്നിരിക്കുന്നത്. അതില് മെഷീനറി പർച്ചേസ് ചെയ്യാനായിട്ട് 1,05,000 രൂപ നമ്മൾ ചെലവാക്കി. ബാക്കി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ യൂസ് ചെയ്ത ക്യാഷ് എന്ന് പറഞ്ഞ എഴുതിയിട്ട് ഈ 1,05,000 നിന്ന് 15,000 നിന്ന് 1,05,000 കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നെഗറ്റീവ് ഫിഗർ 90,000 ആണ്. ആ 90,000 ബ്രാക്കറ്റിൽ തന്നെ ഔട്ടർ കോളത്തിലേക്ക് കാണിക്കാം. ശേഷം ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നോക്കിയ മക്കളെ, ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എത്ര ഇഷ്യൂ ചെയ്തത്? കറന്റ് ഇയറിൽ 1,50,000 ആയിരുന്നു. പ്രീവിയസ് ഇയറിൽ 1,50,000 ആയിരുന്നു. കറന്റ് ഇയർ ആയിട്ടുള്ളത് 2 ലക്ഷമായി. അപ്പൊ എത്രയാണ് ഇൻക്രിമെന്റ് സംഭവിച്ചിരിക്കുന്നത്? 50,000 അല്ലെ? അതെടുത്ത് എഴുതാം. റീപേയ്മെന്റ് ഓഫ് ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ നമുക്ക് നോക്കിക്കാം. 50,000 രൂപയുടെ ബാങ്ക് ലോൺ, അതായത് ലൈബിലിറ്റി ആണ്. 2020 ഉണ്ടായിരുന്നു. 2021 ആയി കഴിഞ്ഞപ്പോൾ അത് 37,500 ആയിട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലൈബിലിറ്റി അത്ര നമ്മൾ പേ ഓഫ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ 50,000 നിന്ന് 37,500 രൂപ കുറച്ച് ബാക്കി 12,500 രൂപ നമുക്ക് കൊടുക്കാനുള്ളതാണ്, റീപേ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അതിനെ ബ്രാക്കറ്റിൽ കാണിക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് കൊണ്ടിട്ട്. ഇനി ഡിവിഡന്റിന്റെ പേയ്മെന്റ്. പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് എന്ന് പറയുന്നത് മക്കളെ നോക്കണം. 2020 നമ്മൾ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് ആയിട്ട് മാറ്റിവെച്ച തുക 2021 നമ്മൾ പേയ്മെന്റ് നടത്തും. 2021 നമ്മൾ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് ആയിട്ട് വെച്ച തുക നമ്മൾ 2022 പേയ്മെന്റ് നടത്തും. അപ്പൊ 2020 വെച്ച എമൗണ്ട് നമ്മൾ 2021 എന്ത് ചെയ്തിട്ടുണ്ട്? പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2020 പ്രൊപ്പോസ്ഡ് ഡിവിഡന്റിനെ നമ്മൾ പേയ്മെന്റ് ഓഫ് ഡിവിഡന്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 22,500 രൂപ നമ്മൾ പേയ്മെന്റ് നടത്തിയതായിട്ട് കാണിക്കാം. അതുകൊണ്ട് അതിനെ ബ്രാക്കറ്റിൽ കാണിക്കാം. 50,000 നിന്ന് 12,500 22,500 കുറച്ചു കഴിയുമ്പോൾ ബാക്കി ലഭിക്കുന്ന 15,000 രൂപയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? നെറ്റ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മക്കളെ നോക്കിക്കേ, ഇവിടെ ക്യാഷ് ബാലൻസ് അറ്റ് ബിഗിനിങ്ങിലെ ക്യാഷ് ബാലൻസ് ഉണ്ടോ നോക്കിക്കേ. 15,000 രൂപ നമുക്ക് ബിഗിനിങ്ങിലെ ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്താ? ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് 15,000 കാണിക്കാം. എൻഡിൽ നമുക്ക് എമൗണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ക്യാഷ് ബാലൻസ് അറ്റ് എൻഡ് എന്ന് പറഞ്ഞിട്ട് നില്ല് കാണിക്കാം. ആ 15,000 രൂപയെ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 15,000 രൂപ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ വർക്കിംഗ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വളരെ എളുപ്പമുള്ള ഒന്നാണ്. ഓപ്പറേറ്റിംഗ് 3 രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികളാണ് ഉള്ളത്. ഒന്ന് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, 2 ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി, 3 ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റികളിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കറന്റ് അസറ്റുകൾക്ക് എങ്ങനെയാണ് അതേപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റുകൾക്ക് പർച്ചേസ് ആണോ സെയിൽ ആണോ, കറന്റ് അസറ്റുകൾക്ക് ഡിക്രിമെന്റ് ആണോ ഇൻക്രിമെന്റ് ആണോ, അതുപോലെ കറന്റ് അസറ്റുകൾക്ക് ഇൻക്രിമെന്റ് ആണോ ഡിക്രിമെന്റ് ആണോ,
ഇനി എന്തെങ്കിലും പേയ്മെന്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് വന്നാൽ എങ്ങനെയാണ്, നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലായാൽ നമുക്ക് ഈ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 10 the profit and loss account of an enterprise is for the year ending 31st March 2021 stood as follows. മക്കളെ കുറെ ഐറ്റംസ് തന്നിട്ടുണ്ട്. നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് കേട്ടോ തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾക്ക് calculate the amount of cash generated from operating activities under both the methods as per accounting standard 3. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. അത് വെച്ചിട്ട് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇൻഡയറക്റ്റ് മെത്തേഡ്. മക്കളെ നമ്മൾ ഇത്രയും നേരം ചെയ്തിരുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് കേട്ടോ. ഡയറക്റ്റ് മെത്തേഡ് അല്ല, ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. നമുക്ക് നോക്കാം. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ആദ്യം തന്നെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതാം. നെറ്റ് പ്രോഫിറ്റിന് ഇവിടെ വേറെ അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നുമില്ല, നേരെ നമുക്ക് തന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് 88,000 എന്ന് പറയുന്നത്. അതെടുത്ത് എഴുതാം. അതിനോട് കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യാം. ഡിപ്രീസിയേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ നോക്കിക്കേ. ഒരു 55,000 രൂപയുടെ ഡിപ്രീസിയേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യാം. പിന്നീട് ഗുഡ്വിൽ എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ നോക്കിക്കേ. ഗുഡ്വിൽ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നിട്ടുണ്ട് ഗുഡ്വില്ലും പ്രിലിമിനറി എക്സ്പെൻസസും റൈറ്റ് ഓഫ് ചെയ്തത് കൊണ്ടിട്ട് ആ രണ്ട് റൈറ്റ് ഓഫിനെയും എടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ 88,000 കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യാം, ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്തത് ആഡ് ചെയ്യാം, പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 1,75,000 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് ലഭിക്കും. അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ്, അതായത് ബിൽഡിംഗ് വിറ്റ സമയത്ത് നമുക്ക് ലഭിച്ച പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 5 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ബുക്ക് വാല്യൂ ഉണ്ടായിരുന്ന ഒരു അസറ്റ് നമ്മൾ വിറ്റപ്പോൾ നമുക്ക് 6,20,000 രൂപ ലഭിച്ചു. അപ്പൊ ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഒരു ഫിക്സ്ഡ് അസറ്റ് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് 1,20,000 ക്വസ്റ്റ്യനിൽ 12,000 ആണ്, ഒരു 0ത്തിന്റെ കുറവുണ്ട്. അത് നിങ്ങളൊന്ന് ആഡ് ചെയ്തേക്കണം കേട്ടോ. 1,20,000 എടുത്ത് എഴുതാം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നീട് ഡിവിഡൻഡ് റിസീവ്ഡ്. ഡിവിഡൻഡ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 30,000 രൂപയുടെ ഡിവിഡൻഡ് ലഭിച്ചിട്ടുണ്ട്, അത് എടുത്ത് എഴുതാം. കമ്മീഷൻ അക്രൂഡ് 10,000 ആണ്, അതും എടുത്ത് എഴുതാം. അപ്പൊ ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ഇൻകത്തെ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1,20,000 പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ്, ഡിവിഡൻഡ് റിസീവ്ഡ്, കമ്മീഷൻ അക്രൂഡ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,60,000 കിട്ടും. 1,75,000 നിന്ന് 1,60,000 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 15,000 എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മക്കളെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊരു ബാലൻസ് ഷീറ്റ് ഫോർമാറ്റിലല്ല നമുക്ക് തന്നിരിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദി കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഡെപ്റ്റേഴ്സിനെയോ ക്രെഡിറ്റേഴ്സിനെയോ ബിൽസ് പേബിളോ ബിൽസ് റിസീവബിൾസിനെയോ ഒന്നും നമ്മളുടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല അല്ലെ. സ്റ്റോക്കിന്റെ ഡിക്രീസോ ഇൻക്രീസോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ അതെല്ലാം കാണിക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് ആണ് 15,000 എന്ന് പറയുന്നത്. ഇനി നമുക്ക് പതിയെ അതിലേക്ക് ഒന്ന് കടക്കാം. ഇവിടെ എന്തൊക്കെയാണ് നോക്കിക്കേ മക്കളെ, ഇവിടെ എന്തൊക്കെയാണ് കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, ഔട്ട്സ്റ്റാൻഡിങ് നമ്മളെ സംബന്ധിച്ചിട്ട് എന്താണ്? കറന്റ് ലയബിലിറ്റി ആണല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ടല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് വേജസിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? 50,000 രൂപ ഇൻക്രീസ് ആണ്. ഇൻക്രീസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പുതുതായിട്ട് ജനറേറ്റ് ചെയ്ത ഒരു ലയബിലിറ്റി ആയതുകൊണ്ടാണ് അതിന് ഇൻക്രീസ് എന്ന് പറയുന്നത് കേട്ടോ. വേറെ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അറ്റ് ദ ബിഗിനിങ്ങോ എൻഡിങ്ങോ ഒന്നുമില്ല. ആകെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറയുന്നത് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെ ഇൻക്രീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് വേജസിനും ഇൻക്രീസ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് സാലറിക്കും ഇൻക്രിമെന്റ് ഉണ്ട്. അതുകൊണ്ട് അവയെല്ലാം ആഡ് ചെയ്ത് കാണിക്കാം. ശേഷം ലെസ് ചെയ്ത് കാണിക്കേണ്ടത് പ്രീപെയ്ഡ് സാലറി.
പ്രീപെയ്ഡ് സാലറി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നമ്മുടെ അസറ്റ് ആണല്ലേ. ആ അസറ്റ് അവിടെ എന്താ സംഭവിച്ചത്? അസറ്റ് കൂടിയേക്കുവാണല്ലേ. അപ്പൊ ഇവിടെ വേറെ അസറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ പ്രീപെയ്ഡ് സാലറിക്ക് സംഭവിച്ചിരിക്കുന്ന ഇൻക്രിമെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. നമുക്കറിയാം പ്രീപെയ്ഡ് സാലറി ഒരു കറന്റ് അസറ്റ് ആണ്. കറന്റ് അസറ്റ് കൂടിയാൽ എന്ത് ചെയ്യണം? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റില് അതിനെ ലെസ് ചെയ്യണം. ഇൻക്രീസ് ഇൻ പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞിട്ട് 5000 ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇനി സ്റ്റോക്കിന്റെ കേസിലാണെങ്കിൽ നോക്കിക്കേ മക്കളെ, ഇവിടെ രണ്ട് സ്റ്റോക്കും നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. 1 ലക്ഷം ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരുന്നത് ആ വർഷം അവസാനിച്ചപ്പോൾ അതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,30,000 ആണ്. അപ്പോൾ എത്രയാണ് കൂടിയിരിക്കുന്നത്? 30,000 രൂപയുടെ ഇൻക്രിമെന്റ് ആണല്ലേ. ഇൻക്രിമെന്റ് സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? സ്റ്റോക്ക് ഒരു കറന്റ് അസറ്റ് ആയതുകൊണ്ടിട്ട് അതിന് ഇൻക്രിമെന്റ് സംഭവിച്ചാൽ അതിനെ ലെസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 30,000 കാണിക്കാം. അപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 15,000 കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം? 50,000 ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആയിട്ടുള്ള 40,000 ആഡ് ചെയ്യുക. അതിൽ നിന്ന് പ്രീപെയ്ഡ് സാലറിയും സ്റ്റോക്കും ആയിട്ടുള്ള 35,000 നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ശേഷം ലഭിക്കുന്ന 70,000 ആണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് ഇൻഡയറക്ട് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇനി ഡയറക്ട് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കിയേ മക്കളെ. ഫസ്റ്റ് വൺ, അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ക്യാഷ് ഫ്രം സെയിൽ. എവിടെ നിന്നാണ് നമുക്ക് ആദ്യം തന്നെ ക്യാഷ് ലഭിച്ചത് എന്നുള്ളത്? ക്യാഷ് ഫ്രം സെയിൽ എത്രയാണ്? 13,80,000, 13,80,000 നിന്ന് ക്യാഷ് പെയ്ഡ് ടു പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് എത്രത്തോളം ക്യാഷ് നമ്മൾ പെയ്ഡ് ചെയ്തു? 9,30,000. അത് ലെസ് ചെയ്യാം. ശേഷം വേജസ് പെയ്ഡ്, എത്ര രൂപയുടെ വേജസ് ആണ് നമ്മൾ കൊടുത്തത്? 2 ലക്ഷം. സാലറി എത്രയാണ്? 80,000. ഓഫീസ് എക്സ്പെൻസസ് 60,000. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് 40,000. ഇത്തരം കാര്യങ്ങൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് വരെയുള്ള ഐറ്റംസ് എല്ലാം ലെസ് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക്? സെയിൽസിൽ നിന്ന് ക്യാഷ് പർച്ചേസ് മൈനസ് ചെയ്യാം. അതിനോട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയും എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ആഡ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല, എല്ലാം ലെസ് ചെയ്യാം. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് 70,000 രൂപ. ഓക്കെ, ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. From the following information, you are required to compute cash flow operating activities under direct method and indirect method. ഇവിടെ നമുക്കൊരു ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ക്യാഷ് സെയിൽസ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് മക്കളെ ടോട്ടൽ സെയിൽസ് നമുക്ക് 2,50,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ബ്രാക്കറ്റിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിംഗ് ക്യാഷ് സെയിൽസ് 50,000. 2,50,000 എന്ന് പറയുന്ന ടോട്ടൽ സെയിൽ വാല്യൂല് 50,000 എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്ന് പറയുന്നത് ക്യാഷ് സെയിൽ എന്ന് പറയുന്നത്. ബാക്കി 2 ലക്ഷം എന്ന് പറയുന്നത് എന്ത് സെയിൽ ആയിരിക്കും? ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും. നമ്മൾക്ക് എല്ലായ്പ്പോഴും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഒരിക്കലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം വരാൻ പാടുള്ളൂ. ക്യാഷ് പേയ്മെന്റുകളും ക്യാഷ് റെസിപ്റ്റുകളും, അതായത് ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ക്യാഷ് സെയിൽ മാത്രം നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. 50,000 എടുത്ത് എഴുതാം. അതിൽ നിന്ന് ക്യാഷ് റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ച ക്യാഷ് റെസിപ്റ്റ്. മക്കളെ അത് കാണാനായിട്ട് ഇവിടെ ഒരു വഴിയുണ്ട്. ആദ്യം തന്നെ നമ്മൾ ടോട്ടൽ സെയിൽ എടുത്ത് എഴുതാം. ടോട്ടൽ സെയിൽ എത്രയാണ്? 2 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് സെയിലും 50,000 രൂപയുടെ ക്യാഷ് സെയിലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽ കിട്ടും. ടോട്ടൽ സെയിൽസിനോട് കൂടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റെസീവബിൾ, ഓപ്പണിംഗ് ബാലൻസ് ഡെപ്റ്റേഴ്സിന്റെയും ബിൽസ് റെസീവബിളിന്റെയും ഓപ്പണിംഗ് ബാലൻസ് അത് എത്രയാണ്? 13,000 പ്ലസ് 8,000. അതിൽ നിന്ന് ആ ഒരു ടോട്ടൽ സെയിലിനോട് കൂടെ ഡെപ്റ്റേഴ്സിന്റെയും ബിൽസ് റെസീവബിൾസിന്റെയും ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യാം. അതിൽ നിന്ന് ഇവയുടെ ക്ലോസിംഗ് ബാലൻസിനെ ലെസ് ചെയ്യാം. എങ്ങനെയാണ് ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇത് ക്ലോസിംഗ് ബാലൻസ് ആണെന്ന് മനസ്സിലാകുന്നത് മക്കളെ? ഈ ക്വസ്റ്റ്യനില് 31st March 2020 തന്നിട്ടുണ്ട്, 31st March 2021 തന്നിട്ടുണ്ട്. നമ്മളുടെ വർഷം എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് ഇയർ എന്ന് പറയുന്നത് 2021 ആണ്.
മാർച്ച് 2020 എന്ന് പറയുമ്പോൾ മാർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡ് ആണല്ലേ. അപ്പൊ 31st മാർച്ച് 2020 നമുക്ക് തന്നിരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം തന്നെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. കാരണം മാർച്ച് 31 ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള എല്ലാ ബാലൻസസിനെയും നമ്മൾ പിറ്റേ വർഷം, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ടു മാർച്ച് ആണ്. അപ്പോൾ 31st മാർച്ച് 2020 തന്നിരിക്കുന്ന ഓപ്പണിംഗ് ഫിഗേഴ്സ് എല്ലാം തന്നെ ക്ലോസിംഗ് ഫിഗേഴ്സ് എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് കൺവേർട്ടഡ് ആവും എന്നാ പറയുന്നത്. 1st ഏപ്രിൽ 2020 കൺവേർട്ടഡ് ആവും. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, അതൊരു ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. 13,000 + 8,000 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുത്തെഴുതാം. 10,000 + 9,000 ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എടുത്തെഴുതാം. അവ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 2,02,000 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ക്യാഷ് റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ശേഷം 50,000 കൂടെ 2,02,000 ആഡ് ചെയ്യുമ്പോൾ 2,52,000 വരും. അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. സപ്ലയേഴ്സിനായിട്ടും എംപ്ലോയീസിനായിട്ടും നമ്മൾ എത്രത്തോളം ക്യാഷ് പെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് കണ്ടുപിടിക്കാനായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, എത്രത്തോളം സാധനങ്ങൾ വിറ്റിട്ടുണ്ട് എന്നുള്ളത്, എത്രത്തോളം സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് 2,00,000. ഇവിടെ നോക്കിക്കേ മക്കളെ, എത്രയാണെന്ന് നോക്കിക്കേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിരിക്കുന്നത് 2,00,000 ആണ്. പക്ഷെ 2,18,000 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല, ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ആഡ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടി ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ലഭിക്കുന്നത് 2,18,000 ആണ്. അതിനോട് കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000 ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 18,000. ഇവ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 2,00,000 കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. 2,00,000 നമ്മൾ ഇവിടെ എഴുതി വെക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2,00,000 ആണ്. അതിനോട് കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് 18,000 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 2,18,000. അതിൽ നിന്ന് 20,000 ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫിഗർ 1,98,000 എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ ആൻഡ് ക്രെഡിറ്റേഴ്സ് 9,000 7,000 തമ്മിലുള്ള ഫിഗേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റേഴ്സിന്റെയും ബിൽസ് പേയബിൾസിന്റെയും ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് ലഭിക്കുന്ന 1,93,000 രൂപയാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അതിനോട് കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓഫീസ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, ലെസ് ചെയ്യണം. സെല്ലിംഗ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസിന്റെ കേസ് എടുക്കുമ്പോൾ ഓഫീസ് എക്സ്പെൻസ് എത്രയാണ്? 10,000. 10,000 കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടല്ലേ, 10,000 കൂടെ ഔട്ട്സ്റ്റാൻഡിങ്ങിലെ ഓപ്പണിംഗ് ബാലൻസ്, ഓഫീസ് ഔട്ട്സ്റ്റാൻഡിങ്ങിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 3,000 ആഡ് ചെയ്യണം. 5,000 എന്ന് പറയുന്ന ക്ലോസിംഗ് ബാലൻസ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന 8,000 ആണ് ഓഫീസ് എക്സ്പെൻസസിൽ എഴുതേണ്ടത്. ശേഷം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എഴുതാം. ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മളെടുത്ത് എഴുതാം. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫിഗർ ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? 40,000 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനോട് കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം, ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, ഗുഡ് വില് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അത് ആഡ് ചെയ്യണം. ശേഷം പ്രോഫിറ്റ് ഇൻ സെയിൽ ഓഫ് പ്ലാന്റ് ലെസ് ചെയ്യണം, ഇൻട്രസ്റ്റ് റിസീവ്ഡ് അതും ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് ലഭിക്കുന്ന ഫിഗർ ആണ് പ്രോഫിറ്റ് ബിഫോർ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ മക്കളെ. ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡിക്രീസ് ഇൻ സ്റ്റോക്ക്, സ്റ്റോക്കിൽ വന്ന കുറവ് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്, കറണ്ട് അസറ്റിന്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും പൊസിഷൻ കാണിക്കുന്നത്. സ്റ്റോക്ക് 20,000 ആയിരുന്നത് 18,000 ആയി.
ഡെപ്റ്റേഴ്സ് 13,000 ആയിരുന്നത് 10,000 ആയി. ബിൽസ് റിസീവബിൾ 8,000 ആയിരുന്നത് 9,000 ആയി. അപ്പോൾ ആ ഡിഫറൻസിനനുസരിച്ച് ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റോക്ക് ഒക്കെ ഇൻക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. കറന്റ് അസറ്റ് ഇൻക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യണം, ഡിക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യണം. ഇൻ കേസ് ലയബിലിറ്റീസിന്റെ കേസിൽ കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡിക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. എല്ലാവരും ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യണം കേട്ടോ. ഇനി മക്കളെ നോക്കിക്കേ മക്കളെ, 12ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളോട് എന്താ പറയുന്നത്? ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത് എഴുതാം. നമ്മൾക്ക് എവിടെ നിന്നായിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നായിരിക്കും. 1,20,000 ആയിരുന്നത് 1,50,000 ആയി. അപ്പൊ 30,000 ആണ്. അതിനോട് കൂടി ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. റിസർവ്സ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ടു റിസർവ് നോക്കിക്കേ. 1,00,000 ആയിരുന്നത് 1,20,000 ആയി. അപ്പൊ 20,000 ആഡ് ചെയ്യാം. ഡിപ്രീസിയേഷൻ നോക്കി 60,000 ആയിരുന്നത് 80,000 ആയി. അപ്പൊ എത്രയാണ്? 20,000 കൂടി അതിനോട് കൂടി അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന 10,000 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30,000 കിട്ടും. അതിനുശേഷം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 35,000 രൂപയുടെ മെഷീനറി നമ്മൾ സെയിൽ ചെയ്തോ അല്ലെ? അപ്പൊ അതിന് പ്രോഫിറ്റ് കിട്ടി 35,000 രൂപ. അത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. 35,000 എന്തുകൊണ്ടാണത്? നോക്കിക്കേ, 40,000 രൂപ വിലയുള്ള അസറ്റ് ആയിരുന്നു. അത് വിറ്റപ്പോ നമുക്ക് എത്രയാണ് കിട്ടിയത്? 35,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ 5,000 പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞ് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ആ 5,000 എങ്ങനെയാ വന്നേക്കണേന്ന് ഒന്നും കൂടി നിങ്ങൾക്ക് പറയുവാണേ. 40,000 രൂപയാണ് മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ 35,000 രൂപയ്ക്കാണ് വിറ്റേക്കുന്നത്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അത് നഷ്ടത്തിലാണെന്ന് പറയാനായിട്ട് പാടില്ല. കാരണം 40,000 രൂപയുടെ മെഷീനറിയോട് അസോസിയേറ്റ് ചെയ്ത അതിനൊരു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10,000 ആണ്. 40,000 രൂപയുടെ മെഷീനറി വിറ്റപ്പോൾ നമുക്ക് 35,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 5,000 രൂപ നമുക്ക് എന്താണ് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. കാരണം 10,000 രൂപയുടെ ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ ആയിട്ട് 10,000 രൂപയുടെ ഡിപ്രീസിയേഷനും 5,000 രൂപയുടെ നഷ്ടവും നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 5,000 എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മൊത്തം എമൗണ്ട് നമുക്ക് എന്തിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരും? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് 5,000 എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ട്രാൻസ്ഫർ ടു റിസർവ്സും ഡിപ്രീസിയേഷനും പ്രോഫിറ്റ് അത് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കാം, ഡെപ്റ്റേഴ്സിന്റെ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡിക്രീസ് ആണല്ലേ. 70,000 ആയിരുന്നത് 50,000 ആയി. അപ്പൊ 20,000 രൂപയുടെ കുറവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻവെന്ററീസിന്റെ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 1,00,000 ആയിരുന്ന ഇൻവെന്ററി 1,30,000 ആയി. അപ്പൊ ഇൻവെന്ററിയുടെ കേസിൽ എന്താ ചെയ്യേണ്ടത്? ഇൻവെന്ററിയുടെ കേസിൽ ലെസ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. കറന്റ് ലയബിലിറ്റിയുടെ കേസിൽ ബിൽ ക്രെഡിറ്റേഴ്സിന്റെ കേസിൽ 40,000 ആയിരുന്നത് 45,000 ആയി. അപ്പൊ എത്രയാണ് കൂടിയിരിക്കുന്നത്? 5,000 കൂടി. അപ്പൊ അത് ആഡ് ചെയ്ത് കാണിക്കണം. ബിൽസ് പേബിളിന്റെ കേസിൽ 65,000 ആയിരുന്നത് 40,000 ആയി. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കാണിക്കണം. എക്സ്പെൻസസിന്റെ കേസിൽ 35,000 ആയിരുന്നത് 45,000 ആയി. അപ്പൊ അതെന്ത് ചെയ്ത് കാണിക്കണം? ആഡ് ചെയ്ത് കാണിക്കണം. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്നതാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് 55,000. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി, സെയിൽ ഓഫ് മെഷീനറി. എത്ര രൂപയുടെ മെഷീനറിയാണ് വിറ്റപ്പോഴാണ് നമുക്ക് ലഭിച്ചത്? 35,000 രൂപയിൽ നമുക്ക് ലഭിച്ചു. പർച്ചേസ് ഓഫ് മെഷീനറി നമുക്ക് നോക്കാം. എത്ര രൂപയുടെ മെഷീനറിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യനിൽ 2,00,000 രൂപയായിരുന്നു മെഷീനറിയുടെ കഴിഞ്ഞ വർഷത്തെ വാല്യൂ. ഈ വർഷം അത് 2,40,000 ആയി. അപ്പൊ 40,000 രൂപയുടെ മെഷീനറി നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടെ അസോസിയേറ്റ് ചെയ്തൊരു 40,000 രൂപയുടെ മെഷീനറിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 40,000 പ്ലസ് 40,000 80,000. ഇനി പർച്ചേസ് ഓഫ് ലാൻഡ് 3,00,000 ആയിരുന്നു ലാൻഡിന്റെ എമൗണ്ട് കഴിഞ്ഞ വർഷം. ഈ വർഷമായപ്പോൾ അത് 3,50,000 ആയി. അപ്പൊ 50,000 രൂപയുടെ ലാൻഡും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ 50,000 നമ്മൾ ഇവിടെ എടുത്ത് എഴുതാം. ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി -95,000 നമുക്ക് ലഭിക്കും. അതിനുശേഷം ഫിനാൻസിങ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ഓഫ് ഷെയർസ് 2,00,000 ആയിരുന്നത് 2,50,000 ആയി എന്ന് പറയുമ്പോൾ എത്രയാണ് ഡിഫറൻസ്? 50,000 എടുത്ത് എഴുതാം. ശേഷം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ 90,000 ആയിരുന്നത് 1,00,000 ആയിട്ട് ആണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പൊ എത്രയായി? 10,000 ഇഷ്യൂ ചെയ്തു. ആ 10,000 എടുത്ത് എഴുതാം. ശേഷം 50,000 പ്ലസ് 10,000 = 60,000 എടുത്ത് എഴുതാം. അതിനുശേഷം
ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എത്രയാണ് 40,000, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് 60,000. ഇവ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 20,000 രൂപ കാണിക്കാം. ഓക്കെ, ഇനി മക്കളെ 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടന്നേ. ഒരു ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ഡാറ്റയുണ്ട്. പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31st മാർച്ച് ഡിസംബർ 2020 48,000 രൂപ. ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സേഷൻ 500 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 20 രൂപ വെച്ച് ഇന്ററിം ഡിവിഡന്റ് പേ ചെയ്തിട്ടുണ്ട് 6,950 രൂപ. ഇത് വെച്ചിട്ട് നമ്മളോട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് നമുക്കിവിടെ നേരെ തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് 48,000 കാണിക്കാം. അതിനോട് കൂടി ക്രെഡിറ്റേഴ്സിനോട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇൻക്രിമെന്റ് ആണല്ലേ. അപ്പൊ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആഡ് കൊടുത്തിട്ട് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 54,000 ആയിരുന്നത് 70,000 ആയി. അപ്പൊ 16,000 രൂപ. ഡിക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് നോക്കിക്കേ, ആഡ് ചെയ്യേണ്ടതാണ്. ഡെപ്റ്റേഴ്സിന് ഡിക്രീസ് സംഭവിക്കുന്നത്, അതായത് കറന്റ് അസറ്റ് കുറയുമ്പോൾ നമ്മൾ ആഡ് ആണല്ലേ ചെയ്യുന്നത്. 76,000 ആയിരുന്നത് 67,000 ആയി. അപ്പൊ നമുക്ക് എത്രയാ വ്യത്യാസം? 9,000 രൂപയുടെ വ്യത്യാസം. ഇനി സ്റ്റോക്കിന്റെ കേസിൽ ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ലെസ് ചെയ്ത് കാണിക്കണം. ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് നോക്കിക്കേ, 3,800 ആയിരുന്നത് 6,600 ആയി. 2,800 വ്യത്യാസം. ഇൻ കേസ് ബിൽസ് റെസീവബിൾ ആണെന്ന് നോക്കിക്കേ, 17,500 ആയിരുന്നത് 19,000 ആയി. അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാൻ ഇൻക്രീസിംഗ് ബിൽസ് റെസീവബിൾ എന്ന് പറഞ്ഞിട്ട് അതും ലെസ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമുക്ക് എന്ത് ലഭിക്കും? നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കും. അതിന് ശേഷം ക്യാഷ് ഫ്ലോ ഫ്രം പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് എത്രയാണെന്ന് നോക്കിക്കേ മക്കളെ. പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തത് നോക്കി, എത്ര രൂപയുടെ ഫിക്സ്ഡ് അസറ്റാ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നോക്കി. 1,50,000 ആയിരുന്നത് 2,44,000 ആയി. അപ്പൊ അവ തമ്മിലുള്ള ഡിഫറൻസസ് എടുക്കുക. ആ ഡിഫറൻസസ് എമൗണ്ട് എടുത്ത് എഴുതാം. അത് നെഗറ്റീവ് ഫിഗർ ആണ് പർച്ചേസ് ആയതുകൊണ്ട് കേട്ടോ. ശേഷം ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇഷ്യൂ ഓഫ് ഷെയർസ് നോക്കിക്കേ, 50,000 ആയിരുന്നത് 60,000 ആയി. അപ്പൊ ഇവിടെ പറയുന്നത് 500 ഷെയർസ് 20 രൂപ വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ 500 × 20 എന്നുള്ള കാൽക്കുലേഷൻ എടുക്കാം, അല്ലെങ്കിൽ 50,000 ആയിരുന്നത് 60,000 ആയി എന്ന് പറയുമ്പോൾ 10,000 ഷെയർസും കൂടി കൂടുതൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി പേയ്മെന്റ് ഓഫ് ഡിവിഡന്റ്, ഇന്ററിം ഡിവിഡന്റ് ഇവിടെ പറയുന്നുണ്ട് 6,950. അത് നമ്മൾ പേയ്മെന്റ് നടത്തിയതാണ്, അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ കാണിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതാണ്. 10,000-ൽ നിന്ന് 6,950 നമ്മൾ പേയ്മെന്റ് നടത്തിയത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 3,050 കിട്ടും നമുക്ക്. അതിനുശേഷം ക്യാഷ് ബാലൻസ്, ബിഗിനിങ്ങിലെ ക്യാഷ് ബാലൻസ് 36,000 ആയിരുന്നു. എൻഡിലെ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 13,750 ആണ്. തമ്മിലുള്ള ഡിഫറൻസസ് ഫിഗർ എന്ന് പറയുന്നത് 22,280. നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ്, ക്യാഷ് അവിടെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കാം. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്റെ മക്കളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉള്ളിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ മെയിൻ ആയിട്ടും ഷെയർസ് ഇഷ്യൂ ചെയ്തത്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തത്, ബോൺസ് പേയ്മെന്റ് നടത്തിയത്, ഡിവിഡന്റ് പേയ്മെന്റ് നടത്തിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത് ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തതും ഫിക്സ്ഡ് അസറ്റുമായി ബന്ധപ്പെട്ട സെയിലും ആണ് അവിടെ കാണിക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ഗുഡ് വില്ലോ പ്രിലിമിനറി എക്സ്പെൻസസ് എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ എന്താ പറയാ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് ഉണ്ടെങ്കിൽ അത്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ ആഡ് ചെയ്ത് കാണിക്കാം. പിന്നീട് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കാണിക്കാം. ലയബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്ത് കാണിക്കാം. ഇൻ കേസ് കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്ത് കാണിക്കാം. കറന്റ് അസറ്റ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കാണിക്കാം. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗത്ത് നിന്ന് നോക്കാനുള്ളത്. പിന്നെ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ ആ എമൗണ്ടിനെ ബ്രാക്കറ്റിൽ കാണിക്കുക. കാരണം പർച്ചേസ് നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്. ഇൻ കേസ് സെയിലാണ് നടക്കുന്നതെങ്കിൽ ആ എമൗണ്ടിനെ പോസിറ്റീവ് ഫിഗർ ആയിട്ട് തന്നെ കാണിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന പ്രോബ്ലത്തിലെ ചാപ്റ്ററിലെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് പഠിക്കുക, എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.